Hi friends, welcome back to Jaya's recipes. അപ്പോൾ ഞാൻ നല്ലൊരു കോളിഫ്ലവർ കൊണ്ടുള്ളൊരു കുറുമയാണ് കാണിക്കുന്നത്. ഇത് ചപ്പാത്തിക്കൊപ്പം, അപ്പം, പൊറാട്ട, ബ്രെഡിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കുറുമയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കിലോ വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് അത് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ കോളിഫ്ലവറിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് കോരി മാറ്റാം. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഏത് ഓയിലോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഓയിൽ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ക്ലൗസ് ചേർക്കുക, കരയാമ്പൂ, പിന്നെ ഒരു 2 പട്ടയില, പിന്നെ ഒരു 2 ഏലക്ക, പിന്നെ 2 കഷ്ണം പട്ട, കറുവപ്പട്ട. ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് വഴറ്റണം. ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിടുക. ഇതൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്, വലിയ ജീരകം. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് പിന്നെ ഒരു 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ലേശം ഉപ്പിടുക, എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഞാൻ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ചതയ്ക്കുക ചെയ്യുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെയായിട്ട് അത് വരും. അപ്പോൾ നന്നായിട്ട് ചതയ്ക്കുക. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഒരു 2 ടീസ്പൂൺ കേട്ടോ. ഇതിലേക്ക് ഒരു 2 മീഡിയം തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർത്തിരിക്കുന്നത്. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു തക്കാളി മതിയാവും. പക്ഷേ പിന്നെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള തക്കാളി 2 എണ്ണം ചേർത്തിട്ടുണ്ട്. അത് അധികം പുളിയൊന്നും ഇല്ലാത്തതാണ്. അതും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് തെളിയണം. ഇതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം. ഞാനതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇത് നന്നായിട്ട് വെന്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിനൊക്കെ കുറച്ച് കുറവായിട്ട് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ മസാലയുടെയൊക്കെ കുത്തുന്ന മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർക്കുക. ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗരം മസാല ചേർത്തിട്ട് പിന്നെ കുറേ നേരം വഴറ്റണ്ട. പൊടികൾ മാത്രം നന്നായിട്ട്, ബാക്കിയുള്ള പൊടികൾ മാത്രം നന്നായിട്ട് വഴറ്റിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഖസ്ഖസ് എടുത്തിട്ടുണ്ട്, അതായത് പോപ്പി സീഡ്സ്. പിന്നെ ഒരു 5-6 പിന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വേണമെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ മല്ലിയിലയുടെ അളവ് കൂടരുത്, 1 ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് പോപ്പി സീഡ്സ് അല്ലെങ്കിൽ ഖസ്ഖസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതില്ലാതെയും അരച്ചെടുക്കാം. ഇപ്പോൾ ഖസ്ഖസ് ഇല്ലെങ്കിൽ അതില്ലാതെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് അരയ്ക്കുക. അല്ലെങ്കിൽ നാളികേരും പെരിഞ്ജീരകം മാത്രമായാലും നല്ലതാണ്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിക്കുക. എത്ര നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതിന് പ്രത്യേകിച്ച് കണക്കില്ല. പക്ഷെ നല്ല കുറുകിയ കറിയായിരിക്കും കേട്ടോ, വെള്ളത്തോടക്കിനെ ആവില്ല. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. പൊടിഞ്ഞു പോകരുത് കോളിഫ്ലവർ, ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
ഇപ്പോൾ ഇതാ കോളിഫ്ലവർ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞു പോകരുത്, പിന്നെ അതിനാ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ എല്ലാം കൂടിയിട്ട് ആകെ കട്ടയായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് അരപ്പും കൂടിയും ചേർക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ചേർക്കുക. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ ഇതാ മസാലയും അതൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു മണം വരുന്നുണ്ട് ആ കുറുമയുടെ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം, എന്നാലാണ് ആ മസാലയ്ക്ക് ആ കഷ്ണത്തിലേക്കൊക്കെ പിടിച്ച് നല്ല ഒരു മണവും ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. ഒരു 6-7 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ അത്രയും നല്ലതാണ്. അവസാനം കുറച്ച് മല്ലിയില വിതറുക. അപ്പോൾ നമ്മളുടെ കുറുമയൊക്കെ റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണത്. നിങ്ങൾക്ക് പൊറോട്ട, ചപ്പാത്തി, അപ്പം എല്ലാവരുടെ കൂടെയും പറ്റും. ഇത് നല്ല ടേസ്റ്റ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇത് ഇഡ്ഡലി, ദോശ അതിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ആളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.